യെസ്. നമ്മളെ നമ്മുടെ ശരീരത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്? നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രയധികം ശരീരം നമ്മളെ സ്നേഹിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, നമ്മൾ നമ്മളെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും സ്നേഹിക്കാൻ പഠിക്കണം. ഓക്കെ, നമ്മൾ നന്നായി നമ്മളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ഒരു എനർജി വേറെ തന്നെയാണ്. നമ്മൾ ആരും നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ മനസ്സുകൾക്കോ ചിന്തകൾക്കോ ശരീരത്തിനോ ആരോഗ്യത്തിനോ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എപ്പോഴായെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരണം, മനസ്സിനോ ചിന്തയ്ക്കോ ശരീരത്തിനോ ആരോഗ്യത്തിനോ. ഉദാഹരണം, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ ആരോഗ്യ ശ്രദ്ധ കൊടുക്കാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉദാഹരണം, ഒരു വ്യക്തി വെയിറ്റ് കൂടിയെന്ന് വിചാരിക്കുക. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആയി, ആ വ്യക്തിക്ക് കാൽമുട്ട് വേദന, അരക്കെട്ട് വേദന ഇതെല്ലാം തുടങ്ങുന്ന സമയത്താണ് ആ വ്യക്തി യോഗയോ വ്യായാമോ ജിമ്മോ സുംബയോ അന്വേഷിക്കുന്നത്. അതിനു മുന്നേ തന്നെ ഒരു അസുഖം വരാൻ കാത്തിരിക്കരുത് നമ്മൾ യോഗയോ വ്യായാമോ ജിമ്മിലോ പോകാൻ വേണ്ടിയിട്ട്. നമ്മള് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം യോഗയും വ്യായാമവും. കാരണം നമ്മൾ നമ്മളെ ശരീരത്തിന് ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള ഒരു കാര്യം ഉദാഹരണം പറയട്ടെ. നമ്മുടെ വീട്ടിലെ ഒരു വാഹനം ഉണ്ടാകുമല്ലോ. ഉണ്ട്. ബൈക്കാവാം, സ്കൂട്ടറാവാം, കാറാവാം, മറ്റെന്ത് വാഹനമാവാം. നമ്മളത് കൃത്യസമയത്ത് സർവീസ് എല്ലാം ചെയ്യാറില്ലേ? കൃത്യസമയത്ത് അതിനു വേണ്ട മെയിൻ്റനൻസ് എല്ലാം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ശരീരത്തിനോ ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രം മതി മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കൽ. ഞാൻ പറയുന്ന പോളിസി അങ്ങനെയാണ്. ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരവും ആരോഗ്യവും കഴിഞ്ഞിട്ട് മതി നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും സഹോദരന്മാർക്കും മറ്റുള്ള ഫ്രണ്ട്സും പ്രാധാന്യം കൊടുക്കല്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ, നല്ല ശരീരവും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരന്മാരെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവൊക്കെ നോക്കാൻ പറ്റൂ. നമുക്ക് എന്നും അസുഖമായി നമ്മൾ കിടക്കത്തിൽ നമുക്ക് ആരെയും നോക്കാൻ പറ്റുമോ? അപ്പം ഞാൻ പറയുന്നു, ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം കൃത്യമായി കൊടുക്കുക, നല്ല രീതിയിൽ വ്യായാമം കൊടുക്കുക, നടക്കുക, ഓടുക, യോഗ ചെയ്യുക, അതൊക്കെ ചെയ്യുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക, പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. ഈ രീതിയിലാണ് നമ്മൾ പോകേണ്ടത്. മനസ്സിലാവണ്ട? ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ എന്താണ്, യോഗയും വ്യായാമവും നിർബന്ധമാണ്. നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, വൈകിട്ട് ഡിന്നർ. ഇതാരെങ്കിലും ഒഴിവാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ 1 മണിക്കൂർ ദിവസവും രാവിലെ യോഗയും വ്യായാമവും ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ഞാൻ യോഗയും വ്യായാമത്തിന് പ്രാധാന്യം ഞാനത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് അത് എന്താണോ ഇഷ്ടമെങ്കിൽ അതിന് പ്രാധാന്യം. നിങ്ങൾക്ക് ജിമ്മിൽ പോകാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ നടക്കാനോ ഇഷ്ടം, ഫുട്ബോൾ കളിക്കാനോ ഇഷ്ടം, അത് എന്താ വെച്ചാൽ ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരു ട്രെയിനറുടെ അണ്ടറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ഫോളോ ചെയ്ത് പോകും. ഓ, ഇത് കാണുന്ന പലരും നിങ്ങൾക്ക് യോഗയും വ്യായാമവും എല്ലാം ചെയ്യാൻ അറിയാം, പക്ഷെ ആരും ഒറ്റയ്ക്ക് 1 മണിക്കൂർ കൃത്യമായി ചെയ്യില്ല. 100 പേരുണ്ടെങ്കിൽ 5 പേരെ കൃത്യമായി ചെയ്തുള്ളൂ. മറിച്ച് ഒരാള് നേതൃത്വത്തിൽ നമ്മൾ ചെയ്തു പോകുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളെ
നിങ്ങൾ നിങ്ങളെ, ഞാൻ എന്നെ സ്നേഹിക്കാൻ പഠിക്കണം. ആദ്യം നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം നൽകണം, നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം, നല്ല എനർജിയോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ ദിവസവും യോഗയും വ്യായാമം ചെയ്യുന്ന ദിവസത്തെ എനർജി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിലെ മാറ്റം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല, അല്ലെ? ഓരോ മാറ്റം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുന്നു. നിങ്ങളോട് മറ്റുള്ളവർ പറയുന്നു എന്താണ് നിങ്ങളിൽ ഒരു മാറ്റം. പല മാനസിക, ചിന്താ, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കൃത്യമായ സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ട്രെയിനിങ്. ലീവില്ലാതെ എല്ലാ ദിവസവും കൃത്യമായി അറ്റൻഡ് ചെയ്തു പോവുക. എല്ലാം നമ്മുടെ ട്രെയിനിങ്ങിൽ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാമപ്പ്, ലൂസനിങ് എക്സസൈസ്, ജോഗിങ്, ഓട്ടം, നടത്തം, ചാട്ടം എല്ലാം ചെയ്യുന്നുണ്ട്. സ്ട്രെച്ചിങ്, ആസനാസ്, പ്രാണായാമ, സൺ സാല്യൂട്ടേറ്റഡ് സെറ്റുകൾ 6 റൗണ്ട്, 12 റൗണ്ട്, 21 റൗണ്ട്, മുദ്രാസ്, ഫേഷ്യൽ എക്സസൈസ്, യോഗ നിദ്ര, മെഡിറ്റേഷൻ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഒരു വ്യക്തിക്ക് എന്താണ് വേണ്ടത് അതെല്ലാം ഞാൻ നൽകുന്നുണ്ട്. മറ്റുള്ളവർ സ്കൂളിൽ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കാനോ നിന്നില്ല, നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കുക ചെയ്യും. നിങ്ങളെ പഠിപ്പിക്കുന്നൊന്നുമില്ല, നിങ്ങളെ ഞാൻ ചെയ്യിപ്പിക്കുന്നു, അപ്പൊ നിങ്ങൾ പഠിക്കുന്നു. യെസ്, തുടർന്ന് പോവുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക, നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും ആരോഗ്യത്തെയും. ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.